ഓരോ പ്രഭാതവും പ്രതീക്ഷകളോടെയാണ് നാം ഉണരുന്നത്. ദൈവിക കൃപകൾ ദിവസം പ്രതി പുതുതാണെന്ന ഓർമ്മ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ വാർത്തകളുടെ ലോകത്തേക്ക് അറിയാതെ നോക്കിപ്പോയാൽ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. എന്നും നൊമ്പരപ്പെടുത്തുന്ന ഓരോ വാർത്തകൾ: ആത്മഹത്യ, കൊലപാതകം, മോഷണം, വാക്കുതർക്കം, നീണ്ടുപോകുന്ന ചർച്ചകൾ. ചാനൽ മാറ്റി നോക്കിയാൽ ആകെ മൊത്തം ആശയക്കുഴപ്പം. ഒരേ സംഭവം വളച്ചൊടിച്ച് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വലിച്ചു നീട്ടി ആരെയും ബന്ധനത്തിലാക്കി സ്വന്തം റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്ന വാർത്താ അവതാരകർ. ഇതിനിടയിൽ നിന്നും സത്യവും യാഥാർത്ഥ്യവും കണ്ടുപിടിക്കുവാൻ സാധാരണക്കാർ വല്ലാതെ പാടുപെടുന്നു. ഈ ദിവസങ്ങളിൽ വാർത്താ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിൽ ഒന്നാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ. അവർ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ. ഇത്ര ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ക്രൂരരാകുവാൻ സാധിക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ 9:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഭോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. മോഹപരവശയായിരിക്കുന്നു. ആധുനിക ലോകത്ത് മിക്ക ആളുകളും എല്ലാത്തരം തിന്മകളെക്കുറിച്ചും നല്ല അറിവുള്ളവരാണ്. പരസംഗം, വ്യഭിചാരം, മദ്യപാനം, അശ്ലീലം, മാന്യമല്ലാത്ത വസ്ത്രധാരണം. പലരും നല്ലതിനെ നിന്ദിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവർ ജീവിതത്തിൽ അലസരും അശ്രദ്ധരുമാണ്. പാപത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറ് പോലുമില്ല. അവർ മോഹപരവശരായി വിവാഹിതരായ പുരുഷന്മാരെ വശീകരിക്കുന്നു, കുടുംബങ്ങളെ തകർക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു. അവർ വിതയ്ക്കുന്നത് കൊയ്യുന്നു. മോഹപരവശയായവൾ ഉറക്കെ സംസാരിക്കുന്നു. അവൾ അവളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു, എളുപ്പത്തിൽ കോപിക്കുന്നു, കേൾക്കാൻ ആവശ്യപ്പെടുന്നു. അവളുടെ പ്രേരണയാൽ പലരും ആപത്തിൽ ചെന്നെത്തുന്നു. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരെ അവൾ വല വിരിച്ച് കുടുക്കിലാക്കുന്നു. അവൾ പീഠത്തിന്മേൽ ഇരുന്ന് കടന്നു പോകുന്നവരെ വീക്ഷിക്കുന്നു. വളരെ ഫോക്കസ്ഡായുള്ള എഫേർട്സ്. ആരെയും വീഴ്ത്തുവാനുള്ള ഈ കെണിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകപ്പെടാം എന്നതാണ് യാഥാർത്ഥ്യം. പത്രവാർത്തകൾ നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുത്തുന്നു. പക്ഷേ ജാഗരൂകരായി ശ്രദ്ധയോടെ നമ്മുടെ യാത്ര തുടരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. മോഹപരവശയായി ഭോഷത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ശബ്ദം തള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കട്ടെ. ജ്ഞാനത്തിന്റെ വിളി നാം കേട്ടനുസരിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.